ശ്വാസമടക്കി പിടിച്ച് മാത്രം കേൾക്കേണ്ട ചില വാർത്തകളാണ് മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. നമ്മൾ ഭയപ്പെട്ടിരുന്ന ആ കറുത്ത ദിനങ്ങളിലേക്ക് ലോകം അതിവേഗം നീങ്ങുകയാണ്. വിനാശകരമായ ഒരു യുദ്ധത്തിന്റെ തീപ്പൊരി വീണു കഴിഞ്ഞു. കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണ്. ഹോർമൂസ് കടലെടുക്ക് തങ്ങളുടെ ചുവന്ന രേഖയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറാൻ സൈന്യം കളം പിടിക്കുമ്പോൾ അതൊരു വെറും ഭീഷണിയായിട്ട് ആരും കാണുന്നില്ല. ഇറാന്റെ ഔദ്യോഗിക വൃത്തങ്ങൾ നൽകുന്ന ആ സൂചന ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തുന്നതാണ്. തങ്ങളുടെ രാജ്യത്തിന്റെ ഒരൊറ്റ അടിസ്ഥാന സിവിലിയൻ മേഖലയ്ക്ക് നേരെയെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആക്രമണം നടത്തിയാൽ പകരം വീട്ടുക ഇരട്ടിയിലായിരിക്കും. അവിടെയാണ് ഇറാന്റെ ആ ഭയപ്പെടുത്തുന്ന മുന്നറിയിപ്പ് കിടക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ സഖ്യകക്ഷികളുടെ സകല അടിസ്ഥാന സൗകര്യങ്ങളും തങ്ങൾ തകർത്ത് തരിപ്പണമാക്കും. ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ഒരു കൂട്ടക്കുരുതിയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഈ നിമിഷത്തിലും തെക്കൻ ഇറാന്റെ ആകാശത്ത് സ്ഫോടനങ്ങളുടെ ശബ്ദം മുഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. ഗഷം ദ്വീപും ബന്ദർ അബ്ബാസും ചാബഹാറും ലക്ഷ്യമിട്ട് അമേരിക്കൻ സൈന്യം ആഞ്ഞടിക്കുമ്പോൾ ആ മണ്ണിൽ നിന്നും ഉയരുന്നത് വൻ സ്ഫോടനങ്ങളുടെ പുകപടലങ്ങളാണ്. യുദ്ധത്തിന്റെ ഭീകരത അവിടെയും തീരുന്നതല്ല. അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഉപരോധത്തിന്റെ ഭാഗമായി ഖാർക്ക് ദ്വീപിലേക്ക് പോവുകയായിരുന്ന ഒരു എണ്ണക്കപ്പലിനെ അമേരിക്കൻ മിസൈലുകൾ ചുട്ടുകരിച്ചു. ഹെൽഫയർ മിസൈലുകൾ ആ കപ്പലിനെ നിശ്ചലമാക്കുമ്പോൾ അത് കേവലം ഒരു കപ്പലിന് നേരെയുള്ള ആക്രമണമല്ല, മറിച്ച് ഇറാന്റെ ജീവനാഡിയെ മുറുക്കാൻ അമേരിക്ക നടത്തുന്ന ഏറ്റവും അപകടകരമായ നീക്കമാണ്. എന്നാൽ ഇറാൻ ഇതിനെയെല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുമെന്ന് കരുതുന്നുണ്ടോ? ഒരിക്കലുമില്ല. പ്രത്യാക്രമണത്തിന്റെ ആദ്യഘട്ടമായി ഗൾഫിലെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെ ഇറാന്റെ മിസൈലുകൾ ഇതിനകം തന്നെ തീ തുപ്പി തുടങ്ങി. കുവൈറ്റും ബഹ്റൈനും ജോർദാനുമുള്ള US സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇറാന്റെ പ്രഹരം പതിച്ചു കഴിഞ്ഞു. ശത്രുക്കളുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ട് പുതിയ യുദ്ധമുഖങ്ങൾ തുറക്കുമെന്നാണ് ഇറാൻ സൈനിക വക്താവ് മുഹമ്മദ് അക്രിമിനിയ ലോകത്തോട് തന്നെ വിളിച്ചു പറഞ്ഞത്. ആവശ്യമെങ്കിൽ എല്ലാ കരാറുകളിൽ നിന്നും പിന്മാറി പൂർണ്ണ തോതിലുള്ള യുദ്ധത്തിന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാങ്കർ ഗാലിബാഫും പച്ചക്കൊടി കാട്ടിക്കഴിഞ്ഞു. ഞങ്ങൾ യുദ്ധം ആഗ്രഹിക്കുന്നില്ല, എന്നാൽ തളർത്താൻ വന്നാൽ തരിപ്പണമാക്കും എന്ന ആ പ്രഖ്യാപനം അമേരിക്കയ്ക്ക് നേരെ ഇറാൻ ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ്. ഈ ആളിപ്പടരുന്ന തീയിലേക്ക് എണ്ണ ഒഴിച്ചുകൊണ്ട് യമനിലെ ഹൂതി വിമതരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. കർട്ടന് പിന്നിൽ കളിക്കുന്ന ആ യഥാർത്ഥ ശക്തികളെ അവർ തുറന്നു കാണിക്കുകയാണ്. ലോകത്തിലെ തിന്മകളുടെയും അസ്ഥിരതയുടെയും യഥാർത്ഥ കേന്ദ്രം അമേരിക്കയും ഇസ്രയേലുമാണെന്ന് ഹൂതി നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂതി പ്രഖ്യാപിക്കുമ്പോൾ അത് മിഡിൽ ഈസ്റ്റിലെ സമവാക്യങ്ങളാകെ മാറ്റിമറിക്കുകയാണ്. ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്ന സൗദി അറേബ്യയുടെ നിലപാടിനെയും അവർ കടുത്ത ഭാഷയിലാണ് വിമർശിക്കുന്നത്. ഗ്രേറ്റർ ഇസ്രയേൽ എന്ന ലക്ഷ്യത്തിനായി മിഡിൽ ഈസ്റ്റിന്റെ ഭൂപടം മാറ്റാൻ ശ്രമിക്കുന്ന സഖ്യത്തിന്റെ കപടമുഖം ഓരോന്നായി അഴിഞ്ഞു വീഴുകയാണ്. കനലുകൾ വീണ്ടും കത്തുകയാണ്. ഹോർമൂസ് കടലെടുക്ക് അടയ്ക്കപ്പെട്ടാൽ ലോകത്തിന്റെ ഇന്ധന വിപണി തകരും. അതോടെ ആഗോള സമ്പദ് വ്യവസ്ഥ തന്നെ ഇരുട്ടിലാകും. ആ ചുവപ്പ് രേഖയ്ക്ക് മുകളിലാണ് ഇപ്പോൾ ട്രംപും അമേരിക്കൻ സൈന്യവും കാൽ വെച്ചിരിക്കുന്നത്. അവിടെ ഒരു ചെറിയ തെറ്റ് സംഭവിച്ചാൽ അത് ലോകം ഇന്നേ വരെ കാണാത്ത ഒരു മഹാദുരന്തത്തിലേക്ക് വഴിമാറും.